നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ശിവരാത്രി. മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനു വേണ്ടി പാലാഴി കടഞ്ഞപ്പോൾ വാസുകി സർപ്പത്തിൽ നിന്നും പുറത്തുവന്ന കാളകൂട വിഷത്തെ ലോക നന്മയ്ക്കു വേണ്ടി മഹാദേവൻ കുടിക്കുകയും ആ വിഷം ഭഗവാനെ ബാധിക്കാതിരിക്കാൻ ഭഗവാന്റെ കണ്ഠം പൊത്തിപ്പിടിച്ച് പാർവതീദേവിയും മറ്റെല്ലാ ദേവതകളും ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചുവെന്നുമാണ് ഐതിഹ്യം. ഇതിന്റെ സ്മരണയ്ക്കാണ് ശിവരാത്രി ദിവസം ഭക്തജനങ്ങൾ ഉറക്കമൊഴിച്ചിരുന്ന് ശിവസ്തുതി ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ശിവരാത്രി ദിവസം കൂവളത്തില ഭഗവാന് സമർപ്പിക്കുന്നതും ഉപവാസമനുഷ്ഠിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃ ശിവായ ജപിക്കുന്നതും പ്രധാന ആചാരങ്ങളാണ്. ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും ഇന്ന ദിവസം അരങ്ങേറും. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ 3ാം ഘട്ട ടാറിംഗിന് തുടക്കമായി. കേച്ചേരി പന്നിത്തടം റോഡിൽ കേച്ചേരി ജംഗ്ഷൻ മുതലാണ് ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നവീകരണത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കേച്ചേരി മുതൽ പന്നിത്തടം വരെയുള്ള മേഖലയിലെ 3ാം ഘട്ടം ടാറിംഗ് പ്രവൃത്തികളാണ് ബുധനാഴ്ച മുതൽ ആരംഭിച്ചിട്ടുള്ളത്. ജിയോ ടെക്സ്റ്റൈൽ, ജിയോ സെൽ ഉപയോഗിച്ച് സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിച്ചിട്ടുള്ള കേച്ചേരി അക്കിക്കാവ് റോഡിന് പൊതുമരാമത്ത് വിഭാഗം ആധുനിക രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ബാബ് കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. കുന്നംകുളം, മണലൂർ നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ബൈപ്പാസ് റോഡിന് 9.88 കിലോമീറ്റർ നീളമാണുള്ളത്. നവീകരണം പൂർത്തീകരിക്കുന്നതോടെ തൃശൂരിൽ നിന്നും കേരളത്തിന്റെ ഉത്തര മേഖലകളിലേക്ക് പോകുന്നവർക്ക് കുന്നംകുളം നഗരപ്രദേശങ്ങളെ ഒഴിവാക്കിയും 4 കിലോമീറ്ററോളം ദൂരം ലാഭിക്കുവാനും കഴിയും. കിഫ്ബി മാനദണ്ഡപ്രകാരം 12 മീറ്റർ വീതിയിലാണ് റോഡിന്റെ നവീകരണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചതിനാൽ കേച്ചേരി പന്നിത്തടം റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. മൂന്നാമതൊരു പിണറായി സർക്കാരിനെ താങ്ങാനുള്ള കരുത്ത് ജനങ്ങൾക്കില്ലെന്നും UDFന് ജയിക്കാനുള്ള സുവർണ അവസരം പിണറായി വിജയൻ ഒരുക്കിക്കൊടുത്തിട്ടുണ്ടെന്നും KPCC മുൻ പ്രസിഡന്റ് മുൻ MP-യുമായ കെ മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസ് നേതാവും ചാവക്കാട് നഗരസഭ പ്രഥമ ചെയർമാനുമായിരുന്ന കെ ബീരു സാഹിബ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പകൽ ഒരുമിച്ച് നടക്കുകയും രാത്രിയിൽ പാരവയ്ക്കുകയും ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പാരവെപ്പിൽ കഴിവ് തെളിയിച്ചവരെ പാർട്ടിയിൽ പ്രമോഷൻ നൽകുകയും അവർക്ക് സ്വീകരണം നൽകുകയും ചെയ്യുന്ന നയം തുടർന്നാൽ കാലാകാലം നമ്മൾ ദുഃഖിക്കേണ്ടി വരുമെന്നും മുരളീധരൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും സുവർണാവസരം നമുക്ക് പിണറായി ഒരുക്കി തന്നിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. ഇലക്ഷനെ ക്ലൈമാക്സിലെത്തുമ്പോൾ ഇലക്ഷൻ കമ്മിറ്റിക്കാർ കാര്യമില്ല. ഒരുമിച്ച് നിന്ന് പകല് ഒരുമിച്ച് നടക്കുക, രാത്രി കാലമില്ല. അങ്ങനെയൊക്കെ ചെയ്ത് എക്സ്പെർട്ട് ആയിട്ടുള്ളവർക്ക് പാർട്ടിയുടെ പ്രമോഷൻ കിട്ടുക, അങ്ങനെയുള്ളവർക്ക് സ്വീകരണങ്ങൾ കൊടുക്കുക. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അധികാരം കയ്യിൽ പോയിട്ട് നമ്മൾ ആരും ദുഃഖിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. ഇടങ്കോലിടുന്നവരെയൊക്കെ സമൂഹത്തിൽ മാറ്റി നിർത്തി പാർട്ടിയെ മുന്നണിയെ ശക്തിപ്പെടുത്തണം. അതാണ് UDFന്റെ നയം. അത് ശക്തിപ്പെടുത്തണം. ഇതുപോലെ എതിരാളികളെ പ്രശംസിച്ചുകൊണ്ട് ലേഖനം എഴുതുക, ഇലക്ഷൻ വരുമ്പോൾ മാത്രം നാട്ടിൽ വരിക. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പൗരന്മാരായി ബാക്കിയുള്ളവരൊക്കെ സാധാരണ വോട്ട് ചെയ്യുന്നവരൊക്കെ സാധാരണ പൗരന്മാർ. ഇങ്ങനെയൊന്നും പോയാൽ ചെയ്യാറില്ല. പിന്നെ പ്രാദേശിക ജനങ്ങളെ ചേർത്തു നിർത്തി ജനകീയത തെളിയിച്ച നേതാവാണ് കെ ബീരു സാഹിബ്. തന്റെ അധ്വാനത്തിന്റെയും പ്രയത്നത്തിന്റെയും ഫലമായി വികസനത്തിന്റെ വെളിച്ചമെത്തിക്കാനും ബീരു സാഹിബിന് സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനുസ്മരണ സമിതി ചെയർമാൻ KD വീരമണി അധ്യക്ഷത വഹിച്ചു. O അബ്ദുറഹ്മാൻ കുട്ടി, PA മാധവൻ, CH റഷീദ്, P യതീന്ദ്രദാസ്, PK രാജൻ, VK ഫസലുൽ അലി, KV ഷാനവാസ്, K നവാസ്, KK സെയ്ദു മുഹമ്മദ്, KV യൂസഫ് അലി, സുബൈദ പാലക്കൽ, ഷോബി ഫ്രാൻസിസ്, CK ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വഴിയോരം മോടി പിടിപ്പിക്കൽ പരിപാടിക്ക് തുടക്കമായി. കണ്ടാണിശ്ശേരി ഗ്രാമീണ വായനശാല പരിസരത്ത് നടന്ന ചടങ്ങിൽ വഴിയോരം മോടി പിടിപ്പിക്കലിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് നിർവഹിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, പഞ്ചായത്ത് അംഗങ്ങളായ PK ആസീസ്, KK ജയന്തി, ഷീബ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വായനശാല ഭാരവാഹികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 1 ലക്ഷം രൂപ ചെലവഴിച്ച് അരിയന്നൂർ മൈത്രി റോഡ് മുതൽ പാരീസ് റോഡ് പാലം വരെയാണ് വഴിയോരം മോടി പിടിപ്പിക്കൽ പദ്ധതി നടപ്പാക്കുന്നത്.
കൗക്കാരപ്പെട്ടി ALP സ്കൂളിന്റെ 100ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ വിശിഷ്ടാതിഥിയായിരുന്നു. ചാവക്കാട് AO PM ജയശ്രീ മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി നമിത ഐ ചെറുവത്തൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. റിട്ടയേർഡ് DDE K സുമതി എൻഡോമെന്റ് വിതരണം ചെയ്തു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികളായ 90 വയസ്സുള്ള യാക്കോബ് മാക്കു, സൈനിക മെഡിക്കൽ ഓഫീസറായി ട്രെയിനിംഗ് കഴിഞ്ഞെത്തിയ ജിഷ്ണു, മുതിർന്ന അധ്യാപിക TJ വത്സ എന്നിവരെ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ റഷീദ് കണ്ണാത്ത്, PTA പ്രസിഡന്റ് ഷസീന, OSA പ്രസിഡന്റ് PV ബാലചന്ദ്രൻ മാസ്റ്റർ, മുൻ പ്രധാന അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. അന്നകര വടക്കേ കോൾപ്പടവിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തത് മൂലം കർഷകർ ദുരിതത്തിൽ. 10 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ ഇറക്കിയ കൃഷിയാണ് പ്രതിസന്ധിയിലായത്. വടക്കൻ വർഗീസ്, വാഴപ്പിള്ളി ലോറൻസ്, എലവത്തിങ്കൽ ഗബ്രിയേൽ, എലവത്തിങ്കൽ ലൂസി, നാലുപുരയ്ക്കൽ പ്രജീഷ്, നാലുപുരയ്ക്കൽ പ്രബിൻ എന്നീ കർഷകരാണ് കൃഷിക്കാവശ്യമായ വെള്ളമില്ലാത്തതുമൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഉമ നെൽവിത്താണ് പാടശേഖരത്തിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളമില്ലാത്തതിനാൽ 80 മുതൽ 100 ദിവസം പ്രായമുള്ള നെൽച്ചെടികൾക്ക് ഇതുവരെയും കതിർ വന്നിട്ടില്ല. ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും അധികൃതർ കൃഷിയിടം സന്ദർശിക്കുവാനോ മേൽ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. ഞങ്ങൾ ആകെ ദുരിതത്തിലാണ്. പോരാത്തതിന് ഞങ്ങൾക്ക് വളങ്ങളടക്കം മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് 2 പ്രാവശ്യം നട്ടു. എന്നിട്ട് ഞങ്ങൾക്ക് അത് പല ഇത് കൊണ്ടും ഞങ്ങൾ നാശമായി പോയി. പിന്നെ ഞങ്ങൾ വിതച്ചതുണ്ട്, നട്ടതുണ്ട്. ഇപ്പോഴും 100 ദിവസമായിട്ട് പോലും ഞങ്ങൾക്ക് കതിര് വരാത്തതും പോലും ഉണ്ട്. അത് വെള്ളത്തിൻ്റെ കുറവ് മൂലമാണ് ഇത് സംഭവിക്കാൻ കാരണം. ഞങ്ങൾ അതുകൊണ്ട് കൃഷിഭവനിൽ ഞങ്ങൾ എത്ര തവണ ചെന്ന് പറഞ്ഞിട്ടും അവർ നോക്കാൻ ശ്രമിക്കാന്നുള്ളതല്ലാണ്ട് ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു കൃഷി ചെയ്യുന്നതിന് 1 ഏക്കറിന് 35,000 മുതൽ 40,000 രൂപയാണ് ചെലവ് വരുന്നത്. ഇനിയും വെള്ളം ലഭിച്ചില്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടി. 250 ഏക്കർ വിസ്തൃതിയുള്ള കോൾപ്പടവിൽ കോക്കു റോഡിന് സമീപം കൃഷി ചെയ്തിരിക്കുന്ന കൃഷിക്കാർക്കാണ് വെള്ളം ലഭിക്കാത്തത്. ചെറിയ HP-യുടെ മോട്ടോറുകളാണ് നിലവിൽ ഇവിടെയുള്ളത്. കൃഷിക്കാവശ്യമായ വെള്ളം പമ്പ് ചെയ്യുന്ന പരപ്പുഴ പാലത്തിന് സമീപത്തു നിന്നും കഴിഞ്ഞ വർഷം 10 HP-യുടെ മോട്ടോർ കളവ് പോയിരുന്നു. കൂടുതൽ സമയം ചെറിയ മോട്ടോർ പമ്പ് ചെയ്യുന്നത് മോട്ടോറുകൾ തകരാറിലാകാൻ കാരണമാകുന്നുണ്ട്. ചെറിയ മോട്ടോറുകൾക്ക് പകരം വലിയ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്താൽ മാത്രമാണ് ഈ ഭാഗങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുകയുള്ളൂ. വെള്ളം ഒഴുകിയെത്തുന്ന ചെറിയ ചാലുകളിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞുകിടക്കുന്നത് സുഗമമായ ഒഴുക്കിന് തടസ്സമാകുന്നുണ്ട്. അടിയന്തരമായി അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. 5-ന്റെയും 10-ന്റെയും മരത്തെ മോട്ടോറുകളാണ്. അത് വെച്ചിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനും വരെ ഞങ്ങൾക്ക് പണിയാണ്ടിരിക്കുക. ഞങ്ങൾ ഈ കടം എടുത്തിട്ടും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ വലിച്ചു വാരി ഉണ്ടാക്കി കൊണ്ടുവന്നത് ആ പൈസ മുഴുവനും നഷ്ടമായി പോവുക. ഞങ്ങളൊരു 5-8 മാസം ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് ഞങ്ങൾക്ക് 1 ഉറുപ്പ്യ പോലും ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ കിട്ടണില്ല. അത് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ കൃഷി ഓഫീസിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലം ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല നടത്തി. ചിറക്കൽ സെന്ററിൽ നടന്ന പ്രതിഷേധ ജ്വാലയുടെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യാതിഥിയായി. കോൺഗ്രസ് ഭാരവാഹികളായ സോണി സക്കറിയ, ശശീധരൻ കണ്ടംപുള്ളി, ജനാർദ്ദനൻ അതിയാരത്ത്, സുബ്രു ഐനൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഓണറേറിയ കുടിശ്ശിക അനുവദിക്കണമെന്നും നിലവിലുള്ളത് വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിനു മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പുന്നയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ജ്വാല നടത്തി. എടക്കര ഒറ്റീനി റോഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പുന്നയൂർ പഞ്ചായത്തിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K കമറുദ്ദീൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുബൈദ പാലക്കൽ, ഉമ്മർ അറക്കൽ, യൂസഫ് തണ്ണിത്തുറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ശിവരാത്രി ആഘോഷ നിറവിൽ ശിവാലയങ്ങൾ. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മണിക്ക് വിശേഷാൽ ചടങ്ങുകൾ ആരംഭിച്ചു. നിർമ്മാല്യ ദർശനം, എണ്ണയാടൽ, വാകച്ചാർത്ത്, അഭിഷേകം, ഗണപതി ഹോമം തുടങ്ങിയവ നടന്നു. രാവിലെ 6 മണി മുതൽ ക്ഷേത്രം തന്ത്രി കരകന്നൂർ വടക്കേടത്തുമന നാരായണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും കീഴ്ശാന്തി രാമദാസ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തി. ഗുരുവായൂർ ദേവസ്വത്തിന്റെയും ക്ഷേത്രക്ഷേമ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രാങ്കണ വേദിയിൽ രാവിലെ 7:30 ജ്യോതിദാസ് കൂടത്തേങ്ങലിന്റെ സോപാന സംഗീതവും ശേഷം കലാപീഠം ഹരീഷ് പശുപതി അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്തും നൃത്യങ്ങളും അരങ്ങേറി. 11 മണി മുതൽ ഇന്ത്യ സ്റ്റാർ യൂത്ത് ഐക്കൺ അവാർഡ് വിജയി കലാമണ്ഡലം കാർത്തിക് ശങ്കറും സംഘവും അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ നടന്നു. രാവിലെ 9:30 മുതൽ പ്രസാദഊട്ടും ആരംഭിച്ചിരുന്നു. ശിവരാത്രിയോടനുബന്ധിച്ച് കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീരുദ്രഹോമം നടന്നു. രാവിലെ നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകൾ എന്നിവയുമുണ്ടായി. കക്കാട് വാസുദേവൻ നമ്പൂതിരി പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ശ്രീരുദ്രഹോമവും ജലധാരയും നടന്നു. മേൽശാന്തി സൗരവ് മിശ്ര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ചമകാഭിഷേകം, ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവ നടക്കും. രാത്രി NSS എരുമപ്പെട്ടി യൂണിറ്റ് അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും ഉണ്ടായിരിക്കും. ആളൂർ പൊന്മല ശിവക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കലിനെ തുടർന്ന് വിശേഷാൽ പൂജകൾ നടന്നു. മേൽശാന്തി പ്രസാദ് നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. 11:30 മുതൽ ഭക്തജനങ്ങൾക്കായി പ്രസാദഊട്ടുമുണ്ടായി. വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ശിങ്കാരിമേളം, തെയ്യം, നാദസ്വരം, കാവടിയാട്ടം, ബാൻഡ് സെറ്റ്, കരീബിയൻ ഡാൻസ് തിറയാട്ടവും പൂതനും കാളി, മൂക്കൻചാത്തൻ, കാളകളി, മരംകൊട്ടിപ്പാട്ട് തുടങ്ങിയ കലാരൂപങ്ങൾ ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടക്കൽ പറയുണ്ടാകും. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ വിവിധ കലാപരിപാടികളും ക്ഷേത്രാങ്കണത്തിൽ നടക്കും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഹ്ലൻ റമളാൻ പ്രഭാഷണം നടത്തി. മന്നലാംകുന്ന് അൽ ഹിക്മ മസ്ജിദിൽ നടത്തിയ പരിപാടി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് KM ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. ഓർഗനൈസേഷൻ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തിരുവത്ര അധ്യക്ഷത വഹിച്ചു. മുജീബ് കോടത്തൂർ, ഇബ്രാഹിം സലഭി തുടങ്ങിയവർ വിഷയാവതരണം നടത്തി. ഉസ്മാൻ ബദർപള്ളി, റഫീഖ് അകലാട്, ബാദുഷ ബദർപള്ളി, ഹംസക്കുട്ടി മന്നലാംകുന്ന്, MV അബ്ദുൾ സമദ്, അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരുമനയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ഐക്യദാർഢ്യ സദസ്സും സംഘടിപ്പിച്ചു. മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹംസ കാട്ടത്തറ ഉദ്ഘാടനം ചെയ്തു. KJ ചാക്കോ അധ്യക്ഷത വഹിച്ചു. ലീന സജീവൻ, ജ്യോതി ബാബുരാജ്, ആരിഫ ജുഫയർ, നസീർ മൂപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 810 രൂപ, പവന് 64,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 105 രൂപ. ചരമം ചമ്മന്നൂർ അഴിയത്ത് കാർവാഷിന് സമീപം പരേതനായ എരണ്ടക്കാട്ടയിൽ മൊയ്തുണ്ണി ഭാര്യ പന്തലായിനി തറയിൽ ആമിനക്കുട്ടി നിര്യാതയായി. 85 വയസ്സായിരുന്നു. ഖബറടക്കം ചമ്മന്നൂർ ഖബർസ്ഥാനിൽ നടന്നു. റഷീദ് മകനാണ്. വരവൂർ കുമരപ്പനാൽ കൊണ്ടത്തൊടിയിൽ ശങ്കരനാരായണൻ മകൻ ശ്രീകുട്ടൻ എന്ന് വിളിക്കുന്ന ജിഷ്ണു നിര്യാതനായി. 26 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടന്നു. അജിത മാതാവും നിധിൻ, നിജിൻ എന്നിവർ സഹോദരങ്ങളുമാണ്. ചൊവ്വന്നൂർ എളവള്ളി വീട്ടിൽ പരേതനായ വാസു ആശാരി ഭാര്യ സരോജം നിര്യാതയായി. 66 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9 പാമ്പാടി പുണ്യതീരത്ത് നടക്കും. പ്രിയ, പ്രീത, പ്രദീപ്, പ്രതീഷ് എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.